നിറത്തിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളെ നാം കണ്ടിട്ടുള്ളത് പച്ച നിറത്തിലുള്ള യൂണിഫോം അണിഞ്ഞായിരിക്കുമല്ലേ? എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതി ഈ പരമ്പരാഗത പച്ച നിറത്തിലുള്ള യൂണിഫോം മാറ്റി കാവി നിറത്തിലുള്ള യൂണിഫോം നൽകിയെന്നും ഇത് ധരിക്കാൻ അവരെ പ്രേരിപ്പിച്ചുവെന്നുമുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി. 2017 ഹരിത കേരളം മിഷന്റെ കീഴിൽ ഹരിതകർമ്മസേന രൂപീകൃതമായതു മുതൽ പച്ച നിറത്തിലുള്ള കോട്ടുകളായിരുന്നു ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഔദ്യോഗിക വേഷം. ദിനംപ്രതി വീടുകൾ തോറുമെത്തി മാലിന്യശേഖരണം നടത്തിപ്പോകുന്ന ഈ അംഗങ്ങളെ പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചത് ഈ പച്ച നിറം തന്നെയായിരുന്നു. പെട്ടെന്ന് പുതിയ നിറത്തിലുള്ള കോട്ടുകൾ വന്നതിനോട് മാനസികമായി പൊരുത്തപ്പെടാനാകുന്നില്ലെന്ന് ചില അംഗങ്ങൾ പരിഭവം പറയുകയാണ്. എല്ലാവർക്കും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പച്ച ഹരിതം എന്ന് പറഞ്ഞാൽ പച്ചയല്ലേ ഇത്ര നാളും പച്ച ഇട്ടിട്ട് പെട്ടെന്ന് ഒരു നിമിഷം ചേഞ്ച് ആയപ്പോൾ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ യോജിച്ച് പോയേ പറ്റുള്ളൂ. നമുക്ക് ജീവിക്കണം. ഉടുപ്പ് ഏതായാലും നമുക്ക് പ്രശ്നമില്ല. എന്നാൽ BJP അധികാരത്തിലെത്തിയ ശേഷം സേനയെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു മാറ്റമെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. രാത്രിയും പകലും പണിയെടുക്കുന്നവരോ റോഡിൻ്റെ ഓരങ്ങളിൽ നിന്ന് പണിയെടുക്കുന്നവരോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഈ റിഫ്ലക്ടറൊക്കെ ഘടിപ്പിച്ച് ഇവരെ ഇങ്ങനെ നിർത്തേണ്ടതായിട്ട് വരുന്നത്. ഇത് പക്കാ രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾ പച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. പാവപ്പെട്ട സ്ത്രീകളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് കൊടുത്തു, വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ നൽകിയ പുതിയ കിറ്റിൽ ഓറഞ്ച് നിറത്തിലുള്ള കോട്ട്, മഞ്ഞ ഹെൽമറ്റ്, കറുത്ത ഷൂ, ഗ്ലൗസ്, റെയിൻകോട്ട് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട പച്ചയ്ക്ക് മേലെത്തിയ പുതിയ ഓറഞ്ച് കോട്ടിനോട് തുടക്കത്തിൽ പലരും വിമുഖത കാണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പലരിൽ നിന്നും ആ ഇഷ്ടക്കേട് മാഞ്ഞമട്ടാണ്. യൂണിഫോം കോഡ് നിശ്ചയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും സേനാംഗങ്ങളുടെ സുരക്ഷയെ മാനിച്ചാണ് ഇത്തരത്തിലൊരു കോട്ട് നൽകിയതെന്നും BJP നേതൃത്വം പറയുകയാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ പദ്ധതി നടപ്പിലായിട്ടുള്ളത്. ഇത് കേരളത്തിലുടനീളം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ്. LDF ഭരിക്കുന്ന ഭരണസമിതി ഉള്ളിടത്തും UDF ഭരിക്കുന്നിടത്തും ഇതെല്ലാ സ്ഥലത്തും കൊടുക്കുന്നു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ 21/4/2025 കത്താണ്. ആ സമയത്ത് BJP അല്ല നഗരസഭ ഭരിക്കുന്നത്. അത് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഈ കത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്രതീക്ഷിതമായുണ്ടായ കോട്ടിന്റെ നിറമാറ്റത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അതൃപ്തി പുകയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പച്ച നിറത്തിലുള്ള യൂണിഫോമിൽ നിന്ന് മാറ്റമില്ല. അതിപ്പോഴും പച്ച നിറത്തിൽ തന്നെയാണുള്ളത്. പകരം നമ്മൾ മുൻപും കണ്ടു ശീലിച്ചിട്ടുള്ളതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ഒരു സേഫ്റ്റി ജാക്കറ്റാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നടപടി തിരുവനന്തപുരം നഗരസഭയ്ക്ക് മാത്രമുള്ളതല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ഇത്തരത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സേഫ്റ്റി ജാക്കറ്റ് നൽകുവാൻ തീരുമാനവുമായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.